ഇപ്പോൾ ഇത് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഒരു ഫാമിലി ടൂറായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഹരിയാന, അതായത് ഡൽഹിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര, 1 മണിക്കൂറും കുറച്ചേ ഉള്ളൂ യാത്ര കേട്ടോ. എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. ഒരാൾക്ക് ടിക്കറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ് പെർ ഹെഡ്. അതേപോലെ തന്നെ കുട്ടികൾക്കും 700 രൂപയാണ് 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളുടെ. ഇവിടെ വന്ന് ഇത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. ഇത് എന്ന് വെച്ചാൽ നമുക്ക് കയറി വരുമ്പോൾ ഇതൊരു ഫാർമർ, അതായത് വില്ലേജ് ഏരിയ ആണ് കേട്ടോ. ഫാം ഹൗസ് എന്ന് പറയും. ഇവിടെ കയറി വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഇവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത്. ബുക്കിംഗ് ആണ് കേട്ടോ. വന്ന് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് കയറാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഫോൺ ചെയ്തിട്ട് ബുക്കിംഗ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല ഏരിയാസും കാര്യങ്ങളും എല്ലാം ഏറ്റവും നല്ല ഒരു ഇതാട്ടോ. കുറച്ച് മൈൻഡ് ഫ്രഷും ആവാൻ പറ്റും. എല്ലാ കാര്യങ്ങളും വലിയ ഒരു കുറേ ഏക്കറയിലുള്ള ഒരു സംഭവം. ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ആക്ച്വലി റൂംസൊക്കെ ബുക്കിംഗ് ചെയ്യണം. വരുന്ന ആൾക്കാർക്ക് രാവിലെ 6 മണി തൊട്ടിട്ട്, രാവിലെ 10 മണി തൊട്ടിട്ട്, 6 മണിയല്ല 10 മണി തൊട്ടിട്ട് രാത്രി വൈകിട്ട് 6 മണി വരെയാണ് ഉള്ളത് കേട്ടോ. ഇതെല്ലാം റൂംസ് കാര്യങ്ങളാണ്. വേറെ ഫാമിലീസും ഉണ്ട്, നമ്മളുണ്ട്. കൂടാതെ വേറെ 2-3 ഫാമിലീസും ഉണ്ട്. ഫ്രണ്ട്സായിട്ട് വരാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ഇതേപോലെ തന്നെ നല്ല അടിപൊളി ഫുഡാണ്, സൂപ്പർ ഫുഡാണ്. രാവിലെയും നമുക്ക് ഫുഡ് കാര്യങ്ങളും ഉണ്ട്, ഉച്ചയ്ക്കും ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ പ്ലേസ്. നല്ല മൈൻഡൊക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ജോബിൽ നിന്നൊക്കെ പിള്ളേർക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല അടിപൊളി നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെയുള്ളൊരു പ്ലേസാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറുമ്പോൾ ഇവിടെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള ഏരിയസാണ് കംപ്ലീറ്റ്. ഇതെല്ലാം ഇത് ഫുഡ്, രാവിലത്തെ ഫുഡും കാര്യങ്ങളെല്ലാം ഇതാകും. പിന്നെ ഇത് പിള്ളേരും നമ്മൾ വന്ന ഫാമിലീസും. പിന്നെ അവിടുത്തെ ചെയർസും ഒക്കെ നോക്കിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പണ്ടത്തെ ഇതാണ്. ഓക്കെ, ഇത് അടിപൊളി ചെയേഴ്സും കാര്യങ്ങളും ഒക്കെ. ഫുഡൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ല. അടിപൊളി ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം, ഇതിലിരിക്കാം, ഇങ്ങനത്തെ ഇതിലൊക്കെ ഇരിക്കാം, കിടക്കണമെങ്കിൽ കിടക്കാം. ഇതൊരു റെസ്റ്റിങ്ങിൻ്റെ ഏരിയ ആരെയാണ് ഇത്. അത് കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഇത് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആനിമൽസും കാര്യങ്ങളൊക്കെ ചെറിയ നല്ല മുയൽ, കോഴി, താറാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ. അതേപോലെ ഒട്ടകമുണ്ട്, ഒട്ടകത്തിൻ്റെ റൈഡിങ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 ദീദിമാരുണ്ട്. ദീദിമാർ ഇവിടെ പുല്ല്, നമ്മളുടെ ഇതിൻ്റെ പുല്ലൊക്കെ ഇതാക്കുവാണ്. ഇതാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ പേര്. ഇതാണ്. ഞാൻ ലിങ്ക് താഴെ ഇടാം. നല്ല പ്ലേസാണ്. അത്ര ഇതുള്ളതൊന്നുമല്ല. പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രൈസിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ നാട്ടിലെ മുയലൊക്കെ കാണണമെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. നാട്ടിൽ നിന്നും വേണമെങ്കിൽ വരാം കേട്ടോ. ഡൽഹി ടൂർ അടിക്കുമ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. ഡൽഹി അല്ല, ഇത് ഹരിയാനയാണ്. ഇത് കണ്ടോ മുയൽ, നാട്ടിലെ വെള്ള മുയലുകൾ ഇത് ഇഷ്ടം പോലെ കറുത്തിയുണ്ട്.
നമ്മളൊരു കോഴി ഇതാ പോകുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഒയ്യോ ഇതാരെ കിടക്കുന്നേ നോക്ക്. ഉച്ചയായത് കാരണം എല്ലാവരും ഫുഡും കഴിച്ച് ഉറക്കമാണ്. ഉറക്കം കുറച്ച് വിട്ട് നടക്കാം. ഇതാണ് സംഭവം. ഓവർ വലുതായിട്ട് പ്ലാനിങ് ഒന്നും ചെയ്യണ്ട. എന്തായാലും എൻജോയ്മെൻറ്റ് ചെയ്യുക എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ. ഇത് അതേപോലെ തന്നെ അവിടം വരെ ഉണ്ട് കേട്ടോ, അങ്ങേ അറ്റം വരെ ഉണ്ട് സംഭവം. അവിടെ കുതിര, ഒട്ടകം എല്ലാം ഉണ്ട് സംഭവം. ഇതാണോ നമ്മളെ കുതിരാശന ഇതാ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ഉണ്ടോയെന്നൊന്ന് പോയി നോക്കാം. ഹായ്, സുഖമാണോ? ശന അവിടെ നിൽപ്പുണ്ട്. പിന്നെ അതേപോലെ ചെറിയ 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 എൻ്റർടൈൻമെൻറ്റ് കളിക്കാൻ പറ്റിയ പിള്ളേർക്കും നമുക്കും ഒക്കെ കളിക്കാൻ പറ്റിയ ടെന്നീസിൻ്റെ ഇതുണ്ടോ. ഇതാ ടെന്നീസ്. ഇതിലേ നമുക്കൊന്ന് കടന്നു നോക്കാം. ഇത് ടെന്നീസിൻ്റെ ഏരിയ ആണ്. പിന്നെ ഇതും അതേപോലെ പാർക്ക്, അപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെയുള്ള ഓരോ അഡ്വഞ്ചറായിട്ട് അപ്പുറത്തും ഉണ്ട്, ഓപ്പോസിറ്റും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് ഇതിൽ ഫുള്ള് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഏരിയാസും. ഒത്തിരി രാവിലെ 10 മണിക്ക് വന്നാൽ 6 മണിക്കാണ് നമുക്കിവിടുന്ന് ഇവർ പറഞ്ഞു വിടുക. ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പെർ ഹെഡിന് 3000 രൂപ എങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പം സ്റ്റേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തേനുള്ളത് തന്നെ ഉള്ളൂ. ഇപ്പം ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ആയത് കാരണം നമുക്ക് വന്ന് പെട്ടെന്ന് തന്നെ പൂളിലേക്ക് ഇറങ്ങി നമ്മൾ. അപ്പം ഇപ്പോൾ നല്ല വെയിലാണ്. നവംബർ ഡിസംബറിലൊക്കെ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. ഫുള്ളും വയലാണ് സംഭവം. നമ്മളെ നാട്ടിലെ വയലില്ലേ, ഈ വയൽ സംഭവം നിരത്തിയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. എന്ത് ഭംഗിയാ നോക്ക്. വയലാണ് സംഭവം. ഇവിടെ ക്രിക്കറ്റ് കളിക്കാം, അവിടെ ഫുട്ബോൾ കളിക്കാം, എല്ലാം ചെയ്യാം. സൂപ്പർ സ്ഥലമാണ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് വരാൻ പറ്റിയ ഏരിയ. കാരണം നമുക്ക് നാട്ടിലേക്കൊന്നും എപ്പോഴും പോകാനൊന്നും പറ്റത്തില്ല. അപ്പം ഡൽഹിയിലുള്ളവർക്കും അതേപോലെ എല്ലാ സ്ഥലത്തുള്ളവർക്കും പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നല്ല ഏരിയ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഏരിയ. അത് കഴിഞ്ഞിട്ട് ഇനി പോകുന്ന പൂളിലേക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ സൂപ്പറാണ്. നമ്മളെ നാട്ടിലെത്തിയ ഒരു ഫീലിങ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പുഴയിലും കുളത്തിലൊക്കെ ചാടുന്നില്ലേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിരലും ഇത് പൂള് കണ്ടപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഈ പൂളിലാണ്. ഇവിടെ ഞാനൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എനിക്ക് തോന്നി. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ ഏകദേശം 10 വർഷത്തിന് മേലെയായി ഡൽഹിയിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്ലേസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതാണ് സ്വിമ്മിങ് പൂൾ. ഉണ്ടോ, വന്നിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് വന്നിട്ട് ചാടാം. നല്ല അടിപൊളി വെള്ളം, അടിപൊളി സ്ഥലവും. കാരണം നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം. ഇവിടെ വേണമെങ്കിൽ വന്ന് ഇരിക്കാം. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് ലോക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ ഫാമിലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. എല്ലാവരും ഒരുമിച്ച് അലോഡിങ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുളിച്ച് അടിപൊളിയായിട്ട് ഇതാകണം. ഇത് കുട്ടികൾക്കുള്ള ഏരിയ ആണ്. സ്പെഷ്യലായിട്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ മേലെ മതി. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ. പിന്നെ നമ്മൾക്ക് നല്ല ആഴമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുണ്ട്. കാരണം ഞാനൊക്കെ മുങ്ങിപ്പോവും എൻ്റെ ഹൈറ്റിനൊക്കെ. ഇതാണ് പൂള്. പിന്നെ ഇനി പോകുന്ന ഒട്ടകത്തിൻ്റെ ഇതിലേക്കും പോകുന്നുണ്ട്. അതേപോലെ കുതിര സവാരിയും പോകുന്നുണ്ട്. കാരണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ റിസോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ലിങ്കും കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് വരാവുന്നതാണ്, ഈ റിസോർട്ടിലേക്ക്. കാരണം നമ്മൾ വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. നോർത്തിനും സൗത്തിനും അടിപൊളിയായിട്ടില്ല. നല്ല ടേസ്റ്റി ഫുഡാണ്. പിന്നെ ബഡ്ജറ്റ് ആണെങ്കിൽ വളരെ ലോ ബഡ്ജറ്റാണ്. കാരണം 1200 എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റുള്ള ഇതൊന്നുമല്ല. നല്ല ബഡ്ജറ്റ് കുറഞ്ഞൊരു പ്ലേസാണ്. അപ്പം
നമ്മൾക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല നല്ല ഫാം ഹൗസിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ടൂർ പോകുമ്പോൾ ആ വീഡിയോസും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇനിയിപ്പോൾ ടൂറൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു ഉപകാരമാവും. അത് കാരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, ട്രാവൽ വീഡിയോ കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള നല്ലൊരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ദീപാവലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.